സോ ദിസ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി ഫോർ അർജന്റീനൻ ടീമിനോടാണ്. ഒരു സമാധാനപരമായിട്ട് ഒരു കളിയാണ് നമ്മൾ സമ്മതിക്കില്ല എന്നാണോ? നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അതിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ അങ്ങോട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും എന്താ പറയുക, ഹാർട്ട് ബീറ്റ് കൂടുന്ന സമയമാണ്. എന്ത് സംഭവിക്കുന്ന ഓരോ മിനിറ്റും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം എന്ത് കളിയാണ്, അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഞാൻ അത്യാവശ്യം ടെൻഷൻ അടിച്ചെങ്കിൽ കൂടി കുറച്ചൊക്കെ നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടൊരു കളിയാണ്. നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ 2 കളി തന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയും ഒരു ഹാർട്ട് അറ്റാക്ക് ലെവലിലേക്ക് നമുക്ക് എത്തിയിട്ടില്ല. 10ാമത്തെ മിനിറ്റിൽ മാക്കാലിസ്റ്ററിൻ്റെ, അതായത് മെസ്സിൻ്റെ അസിസ്റ്റിൽ വരുന്ന ആ ഒരു അടിപൊളി ഗോള്, അത് നല്ലൊരു ഗോളായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് മെസ്സി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ഗോൾ അടിക്കാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം മെസ്സിൻ്റെതല്ല. കാരണം മെസ്സിക്ക് ഇന്ന് ഗോൾ അടിക്കാനേ പറ്റിയിട്ടില്ല. പക്ഷേ ഒരുപാട് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഓക്കെ 1-0 നമ്മൾ ലീഡിലാണ്. സമാധാനപരമായിട്ട് നമുക്ക് ഫസ്റ്റ് ഹാഫ് ഇരിക്കാം. ആൻഡ് സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അഗെയിൻ ട്വിസ്റ്റ്, കളി മാറിയിരിക്കുന്നു. കാരണം അടുത്ത ഗോൾ അവരടിച്ച്, അപ്പോൾ 1-1 ആയി, ഏകദേശം തീരുമാനമായി. പിന്നെ അങ്ങോട്ട് എന്താണ് എൻ്റെ പൊന്നോ, 90 മിനിറ്റ്സ് കഴിഞ്ഞ് എക്സ്ട്രാ ടൈം കിട്ടി, എന്നിട്ടും ആരും അടിക്കുന്നില്ല. പക്ഷെ അടിക്കാൻ നോക്കുന്നുണ്ട്, അടിക്കുന്നില്ല. ആൻഡ് ഈ സമയത്തൊക്കെ നമ്മുടെ ഗോൾ കീപ്പറെ സമ്മതിക്കണം കേട്ടോ. കാരണം ആള് നല്ല രീതിയിലുള്ള സേവുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ആൻഡ് ഓപ്പോസിറ്റ് ടീമിലുള്ളവരും. ആൻഡ് അത് കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നോ, 112ാമത്തെ മിനിറ്റിൽ, എക്സ്ട്രാ ടൈമിൻ്റെ 112ാമത്തെ മിനിറ്റിൽ ജൂലിയൻ അൽവാരസിൻ്റെ, എൻ്റെ പൊന്നോ ആ ഒരു ഗോള് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു ഗോൾ എൻ്റെ എന്ത് ബ്യൂട്ടിഫുൾ ഗോളാല്ലേ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ എത്ര ടൈമെന്ന്, അത് കറക്റ്റ് ആ ഒരു ഗോൾ അടിച്ചിട്ട് പോകുന്നുണ്ട് ആ പോസ്റ്റിലേക്ക്. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല ഗോളിനെ കുറിച്ച്. അത് അത്രയും നല്ല അടിപൊളി ഗോളായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെടിയുണ്ടൊക്കെ തുളച്ച് കയറി അതിലേക്ക് എന്ന് പറഞ്ഞ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടെ ഏകദേശം തീരുമാനമായി. ഓക്കെ, നമ്മൾ 2-1 എന്നുള്ള ലീഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 3-1 3-0 അതൊക്കെ ആയിരിക്കും എന്നുള്ളത്. ആ ഒരു 3ലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ മാർട്ടിനേസും കൂടെ ഹെൽപ്പ് ചെയ്തതോടുകൂടി നമ്മൾ 3-ലെത്തി. ആൻഡ് പിന്നുണ്ടായിരുന്നത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വിസിലൊന്ന് വിളിച്ചിട്ട് കളി ഒന്ന് തീർന്നാൽ മതി എന്നുള്ളതായിരുന്നു. കാരണം ഇനിയിപ്പോൾ അവരടിച്ചാലും നമ്മൾ തന്നെയാണ് ലീഡിൽ എന്നാൽ കൂടി. ആൻഡ് ഈ ഒരു മാച്ച്, അർജന്റീനയുടെ ഇപ്പോഴത്തെ ഈ 3 മാച്ച് ഒരു രക്ഷയില്ല. ഇനിയുള്ളതാണ് ഇതിനേക്കാൾ വലിയ ഭൂകമ്പമുള്ള മാച്ച്. എന്തായാലും അടിപൊളി മാച്ചായിരുന്നു.